ഹലോ, മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഫുൾ വീഡിയോ ഇടുന്നത്. അധികമൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇത് കോട്ടയത്ത് തന്നെ തിരുവാർപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നമ്മൾ വണ്ടി കുറച്ചങ്ങ് മാറിയാണ് വണ്ടി പാർക്ക് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് നടന്നാണ് നമ്മൾ പോകുന്നത്. മക്കളൊക്കെ ഉണ്ട്, എല്ലാവരും നടക്കുവാണ്. രണ്ട് സൈഡിൽ നിന്ന് നല്ല കാറ്റാണ് വരുന്നത്. വലതുവശത്ത് കനാലും പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വാഴയും അങ്ങനെ കുറേ ചെടികളൊക്കെ. ഈ കാണുന്ന വീടിൻ്റെ ബാക്ക് സൈഡിൽ പാടം, കൃഷി ചെയ്യുന്ന പാടം തന്നെയാണ് ഉള്ളത്. അപ്പോൾ രണ്ട് വശത്തുനിന്ന് നല്ല കാറ്റാണ് വരുന്നത്. ഇതൊക്കെ ഓരോ സ്ഥലത്ത് ഇറങ്ങാനുള്ള വഴികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചങ്ങ് നമുക്ക് എത്താനുള്ള സ്ഥലത്തേക്ക് കുറച്ചങ്ങ് നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് ആണ് നടക്കുന്നത്. നമ്മൾ കുറേ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെയൊക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറേ തെങ്ങും വാഴയും അങ്ങനെ കുറേ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ വീടുകൾക്കും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെറു വഞ്ചികളുണ്ട്. എല്ലാവർക്കും മോട്ടറുള്ളതും അല്ലാതെ നമ്മൾ ഇത് വെച്ചിട്ട് തുഴയുന്ന വഞ്ചികളും ഒക്കെ ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും വഞ്ചികളിലൊക്കെയാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് പള്ളിയിലും അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് അവർ പെട്ടെന്ന് അതിൽ തന്നെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടത് നമ്മുടെ തെങ്ങിൻ കള്ള്, അവിടെ ആ ചേട്ടൻ ഫ്രഷായിട്ട് അവിടെ കള്ളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയൊന്നുമില്ല. നമ്മളത് ഇതെല്ലാം കണ്ട് നല്ല രണ്ട് സൈഡുകളിലായിട്ട് തെങ്ങുകളാണ് ഇനി ഫുള്ളായിട്ട്. ഈ തെങ്ങുകളുടെ അപ്പുറം കാണുന്നത് കൃഷി ചെയ്യുന്ന കണ്ടങ്ങളാണ്. മഴയൊക്കെ പെയ്ത് വെള്ളം കയറി കിടക്കുവാണ് അവിടെ നിന്ന്. ഇതും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മൾ നടക്കുവാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. ഇവിടെയൊന്നും ഫാനിൻ്റെ ഒരു ആവശ്യമില്ല. ഫാനോ എ സി ഒന്നും വേണ്ട. കാരണം ഫുൾ ടൈം നല്ല കാറ്റാണ് രണ്ട് വശത്തുനിന്ന്. അങ്ങനെ കാറ്റിൻ്റെ ഇത് കാരണം വാഴയിലെല്ലാം ഫുള്ള് കീറിയായിരിക്കും ഇവിടെ കിടക്കുന്നത്. എപ്പോഴും കാറ്റല്ലേ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ എത്തുവാണ്. ഇത് മനോഹരമായ കാഴ്ചയും. നമ്മൾ വന്നത് നല്ല സമയത്താണ്. നല്ല വെട്ടവും വെളിച്ചവും ഒക്കെയുള്ള 3 മണിയൊക്കെ കഴിഞ്ഞ ആ സമയത്താണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാനാണെങ്കിലും നല്ലൊരു കാലാവസ്ഥയായിരുന്നു. ഞാൻ ഇവരുടെ പുറകെയാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഇവരെ തന്നെ വീഡിയോയിൽ ഇവരെ തന്നെ കാണുന്നത്. അങ്ങനെ ഞാൻ അവസാനം ഇവരുടെ ഫ്രണ്ടിൽ കയറി നടക്കാൻ ചെയ്തു. പക്ഷെ ഇവരെന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളിത് ഈ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോൾ ഒരുപാട് ലേറ്റ്. നമ്മൾ പുറകിലാണ്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ അങ്ങ് ഫസ്റ്റ് എത്തി. അങ്ങ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അവരെ കാണാം. മിന്നായം പോലെ അവരെങ്ങനെ കാണാം. ഫ്രണ്ടിൽ പോകുന്ന പിള്ളേർ സെറ്റും എല്ലാവരും ആയിട്ട് മുന്നിൽ പോകുന്നുണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ കുറേ ചെറിയ മീനുകളെയൊക്കെ കാണാമായിരുന്നു. ആ കനാൽ പോലെ അതിൻ്റെ സൈഡിൽ ആയിട്ടിങ്ങനെ കാണാമായിരുന്നു. നല്ല കാറ്റായിരുന്നു. ഇതിൻ്റെ സൗണ്ട് ഫോണിൽ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ഒന്നും ഇടാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ എത്തി. അങ്ങനെ വീട്ടിലെത്തി. നമ്മൾ ഇവിടെ കണ്ടതേ വഞ്ചിയൊക്കെ ഉണ്ട്. സ്വന്തമായിട്ട് അച്ചായന് വഞ്ചിയുണ്ട്. നമ്മൾ ആ വഞ്ചിയിലൊക്കെ കയറി. നമ്മളെല്ലാവരും പിള്ളേരും വലിയവരും ഒക്കെ വഞ്ചിയിൽ കയറി 1-2 റൗണ്ട് അതിലെല്ലാം നമ്മൾ ചുറ്റി എല്ലാവരും എൻജോയ് ചെയ്തു. ആർക്കും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് മുന്നൊക്കെ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും പേടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരും എൻജോയ് ചെയ്ത് വഞ്ചിയിൽ കയറി അവിടം വരെ പോയി. പിന്നെ ഇപ്പുറത്തെ വശത്തേക്കും കുറച്ച് ദൂരമൊക്കെ വഞ്ചി തുഴഞ്ഞു. എല്ലാവർക്കും അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ
ബാലൻസ് ആവാൻ വേണ്ടി ഒരാൾ താഴെ ഇരിക്കുന്നു, ഒരാൾ മുകളിൽ അതിൻ്റെ പടിയിലിരിക്കുന്നു. അങ്ങനെ പിള്ളേർ സെറ്റ് എല്ലാവരെയും കയറ്റി, രണ്ടുപേരെ വെച്ച് കയറ്റി. അങ്ങനെ നമ്മളങ്ങനെ നോക്കി നിൽക്കുവാണ് അവിടെ. അടുത്ത സെറ്റ് ഗേൾസിന് ആയിട്ട് അച്ചായൻ അടുത്ത റൗണ്ട് പോയേക്കുവാണ്. അപ്പോൾ ഇവന്മാർ ഇവിടെ ഇരുന്ന് നോക്കി നിൽക്കണുണ്ടോ. അവർ രണ്ടുപേരെ വെച്ചിട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാലൻസ് പോകുന്നതുകൊണ്ട് രണ്ടുപേരെയാണ് കയറ്റുന്നത് ഒരു സമയത്ത്. അവരവിടെ നിന്ന് ടാറ്റയൊക്കെ തരുന്നുണ്ട്. അവർ ഇതുപോലെ തന്നെ എല്ലാവരും ഒരേ ദൂരം പോയിട്ട് അവിടം വരെ പോയി കറങ്ങി അവർ തിരിച്ചു വന്നു. ഇനി ചെറിയവരാണ് പോകുന്നത്. ഇനി അടുത്ത സെറ്റ് എല്ലാവരെയും അതുപോലെ കയറ്റി. ചെറിയവർ രണ്ടുപേരുണ്ട്, അവരെയും ഇങ്ങനെ കയറ്റി. അതിൻ്റെ കൂടെ ഞാനും കയറി. നമ്മളങ്ങനെ എല്ലാവരും കയറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് വേണ്ട. മീനുകളൊക്കെ ഇഷ്ടംപോലെ അതിൻ്റെ സൈഡിലുണ്ട്. നമ്മൾ വലയും വീശിയായിരുന്നേ. വലയുണ്ട്, അച്ചായന് സ്വന്തമായിട്ട് വലയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വല വീശുന്നതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ അവസാനം വല വീശുന്ന രംഗമാണ് ഈ കാണുന്നത്. എല്ലാവരും നോക്കി നിൽക്കുക, മീനെ കിട്ടുമോ എന്താണ് ആകാംക്ഷയോടെ നിൽക്കുക. ബക്കറ്റൊക്കെ വെച്ചേക്കണ മീനെയൊക്കെ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വലയൊക്കെ വീശി. പക്ഷേ വലയൊക്കെ വീശി എല്ലാവരും നോക്കി നിൽക്കുവാണ്. എന്തോ ഒരു മീനെ കിട്ടും, എങ്ങനെ ഏത് മീനെ കിട്ടും എന്നൊക്കെ എല്ലാവരും നോക്കി നിൽക്കുക. പക്ഷേ നമുക്ക് 1-2 ചെറിയ മീനുകളെയൊക്കെയാണ് കിട്ടിയുള്ളൂ. ഇതാണ് ആദ്യം കിട്ടിയ മീൻ. അതാണ് നീളം ചുണ്ടൊക്കെ ഉള്ളൊരു മീൻ. പക്ഷേ ഇവർ ഹാപ്പി ആയിരുന്നു. ഇവർ എന്താണോ ഉദ്ദേശിച്ചത് അതെന്തായാലും നടന്നു. പിന്നെ 1-2 ചെറിയ മീനുകളെ കൂടിയാണ് കിട്ടിയുള്ളൂ. അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.